സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു. മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശിക അടക്കമുള്ള 3200 രൂപ വീതം പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന 7 ലക്ഷത്തോളം വരുന്ന NSAP പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ സഹായം കൂടി ചേർത്ത് തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്നയാളുകൾക്കും ആനുകൂല്യം എത്തിച്ചേരും. തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിക്കുന്നത്. NSA പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 1000 വരെയുള്ള കേന്ദ്ര വിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. പെൻഷൻ തുക സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. ഒരു മുടക്കവും കൂടാതെ 1600 രൂപ വീതം എത്തിച്ചേരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി 2 മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. തനതു മാസങ്ങളിലെ പെൻഷൻ തുകയോടൊപ്പം 3200 രൂപ വീതമാണ് 2 ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത, വിതരണ നടപടികൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനു കൂടിയുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത്. അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് നിരവധി അനർഹരെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക. ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി 2025 വർഷത്തിൽ ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് നിശ്ചിത ഫീസ് നൽകി പൂർത്തിയാക്കണമെന്നുള്ള ധനവകുപ്പിൻ്റെ ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. നടപടികൾ പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് വരാൻ പോകുന്ന 2 മാസത്തിലെ പെൻഷൻ കുടിശ്ശിക കൂടി തനതു മാസത്തിലെ പെൻഷൻ തുകയും അർഹതയുള്ളത്. വരും ദിവസങ്ങളിൽ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ